brought to you by Lucky Center and Lucky Department Store, Ajuma. കേരള ബഡ്ജറ്റ് ഭൂരഹിതരായ 5000 പട്ടികജാതി കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങുന്നതിന് 170 കോടി. പെൺമക്കളുടെ വിവാഹ ധനസഹായം 88 കോടി. ട്രംപിന് വീണ്ടും തിരിച്ചടി. ഇന്ത്യക്കാർക്ക് ആശ്വാസം. ജന്മാവകാശ പൗരത്വം റദ്ദാക്കിയ ഉത്തരവിന് അനിശ്ചിതകാലത്തേക്ക് വിലക്ക്. യുഎസിൽ ഗ്രീൻ കാർഡിനായി വർഷങ്ങളായി കാത്തിരിക്കുന്ന ഇന്ത്യയിൽ നിന്നടക്കമുള്ള പൗരന്മാർക്ക് വലിയ ആശ്വാസം. ജന്മാവകാശ പൗരത്വം റദ്ദാക്കിക്കൊണ്ടുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് യുഎസ് ഫെഡറൽ ജഡ്ജി അനിശ്ചിതകാലത്തേക്ക് മരവിപ്പിച്ചിരുന്നു. ട്രംപ് ഭരണഘടനയെ മറികടക്കാനാണ് ശ്രമിക്കുന്നതെന്ന് വിധി പുറപ്പെടുവിക്കെ യുഎസ് ഡിസ്ട്രിക്ട് ജഡ്ജി ജോൺ കഫ്നൂർ കുറ്റപ്പെടുത്തി. ഉംറ വിസക്കാർക്ക് വാക്സിനേഷൻ നിർബന്ധമില്ല. സൗദിയിലെത്തുന്ന മുഴുവൻ ഉംറ തീർത്ഥാടകർക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നവർക്കും വാക്സിനേഷൻ നിർബന്ധമാണെന്ന മുൻ ഉത്തരവ് പിൻവലിച്ചതായി സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു. വിമാന കമ്പനികൾക്ക് ഇത് സംബന്ധിച്ച് അതോറിറ്റി സർക്കുലർ അയച്ചു. ഗാസയ്ക്ക് ആശ്വാസമായി യുഎഇയുടെ 6ാമത്തെ സഹായ കപ്പൽ. മദർ ഓഫ് ദി നേഷൻ ചെയർവുമനും ജനറൽ വിമൻസ് യൂണിയൻ ചെയർവുമനും സുപ്രീം കൗൺസിൽ ഫോർ മദർഹുഡ് ആൻഡ് ചൈൽഡ്ഹുഡ് പ്രസിഡന്റും ഫാമിലി ഡെവലപ്മെന്റ് ഫൗണ്ടേഷന്റെ സുപ്രീം ചെയർവുമനുമായ ഹെർ ഹൈനസ് ഷേഖ ഫാത്തിമ ബിൻ മുബാറക്കിന്റെ മാനുഷിക സമ്മാനവും വഹിച്ചുകൊണ്ട് യുഎഇയുടെ 6ാമത്തെ സഹായ കപ്പൽ ഇന്ന് ഈജിപ്തിലെ അൽ ആരിഷ് തുറമുഖത്തെത്തി. സഹമന്ത്രി ഡോക്ടർ മെയ്ത്ത ബിൻ സലേം അൽ ഷംസി, എമിറേറ്റ്സ് റെഡ് ക്രിസന്റ് സെക്രട്ടറി ജനറൽ റാഷിദ് മുബാറക് അൽ മൻസൂരി, നോർത്ത് സിനായ് ഗവർണർ മേജർ ജനറൽ ഡോക്ടർ ഖാലിദ് ബെഗാവർ എന്നിവരടങ്ങുന്ന പ്രതിനിധി സംഘം അൽ അരിഷ് തുറമുഖത്ത് കപ്പലിനെ സ്വീകരിച്ചു. هناك تكاتف إماراتي حقيقي سواء كان من الشعب من المنظمات، وعلى رأس هذا التكاتف وعلى رأس هذه التوجيهات القيادة الرشيدة بقيادة سيدي صاحب السمو الشيخ محمد بن زايد حفظه الله، أيضا توجيهات الإمارات راعية للمرأة، قادرة على أن تقدم للمرأة الكثير من الرعاية والعناية منذ سنوات وليس منذ الآن. نحن نعرف أن وجود مستشفى الأمومة والطفولة في غزة، أيضا متابعة الاحتياجات المرأة الغزية، تقديم ما يمكن لها من خلال دعمها في توفير احتياجاتها المنزلية، خاصة في ظل ظروف أن المرأة اليوم الفلسطينية تعتبر في بعض الأسر هي المعيلة الوحيدة لأطفالها ولأسرتها. ليس هناك كلمات نعبر بها عن شكرنا وتقديرنا للدور الإماراتي، وانا حقيقي مش هكلم على الدور الامارات، ليس في اتجاه القضيه الفلسطينيه فقط ولا اتجاه جمهوريه مصر العربيه، لكن دورها الفاعل في اقليم الشرق الاوسط وعلى المستوى الدولي وفي كل الاتجاهات وخاصه النواحي الانسانيه. ആഗോള ജിയോസ്പേഷ്യൽ ഇൻഫർമേഷൻ മാനേജ്മെന്റിന്റെ 12ാമത് റീജിയണൽ കമ്മിറ്റിയുടെ യോഗത്തിൽ യുഎഇ പങ്കെടുത്തു. UN അംഗീകാരം ലഭിച്ച ആദ്യ എമിറാത്തി വനിതാ മാധ്യമപ്രവർത്തകയായി നജ്ല. യുഎന്നുമായി ബന്ധപ്പെട്ട അറബ് മീഡിയ യൂണിയനിൽ അംഗത്വം നേടിയ ആദ്യ എമിറാത്തി വനിതാ മാധ്യമ പ്രവർത്തകയായി നജ്ല അൽ ദൂഖി. ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ മാർക്കറ്റിംഗ് ആൻഡ് ഗവൺമെന്റ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന നജ്ലയ്ക്ക് സ്ഥാപനത്തിന് നൽകിയ വിലപ്പെട്ട സംഭാവനകൾ പരിഗണിച്ചാണ് ഈ അംഗീകാരം ലഭിച്ചത്. യുഎഇ രാഷ്ട്രപതി ഫ്രാൻസ് സന്ദർശനത്തിന് പാരീസിലെത്തി. യുഎഇ രാഷ്ട്രപതി ഷെയ്ഖ് ഹിസൈനസ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ന് ഔദ്യോഗിക ഫ്രാൻസ് സന്ദർശനത്തിനായി പാരീസിലെത്തി. കേരള പോലീസ് ടീമിന് 40 വയസ്സ്. സുവർണ നേട്ടങ്ങളിലേക്ക് ബൂട്ടണിഞ്ഞവർ വീണ്ടും. ശനിയാഴ്ച വൈകുന്നേരം 4:30 ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ഫുട്ബോൾ മാച്ചിൽ മന്ത്രി ശിവൻകുട്ടി, ഇന്റലിജൻസ് IG PS പർജൻകുമാർ തുടങ്ങിയവർ മുഖ്യാതിഥികളാകും. 1984 DGP MK ജോസഫും DIG P ഗോപിനാഥും ചേർന്നാണ് കേരള പോലീസ് ഫുട്ബോൾ ടീം രൂപവൽക്കരിച്ചത്. അവർ TV 24/7 അവതരിപ്പിക്കുന്ന ശങ്കർ അറ്റ് മിഴിയോരം 2025 സ്റ്റേജ് ഷോയുടെ പോസ്റ്റർ പ്രകാശനം ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ വെച്ച് നടന്നു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ നിസാർ തളങ്കര, ടെക്സാസ് ഗ്ലോബൽ ചെയർമാൻ KK നാസർ, പ്രേം നസീർ, സൂർസമിതി ഗ്ലോബൽ കോർഡിനേറ്റർ ജെഫ്രി ബാരി, അവർ TV 24/7 ചെയർമാൻ ഷാജി പുഷ്പാങ്കദൻ, മാനേജിംഗ് ഡയറക്ടർ ദിവ്യ P നായർ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വേളമാനൂർ ഗാന്ധിഭവൻ സ്നേഹാശ്രമത്തിലെ ഗ്രന്ഥശാലയുടെയും വായനശാലയുടെയും ഉദ്ഘാടനം
മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. പത്തനാപുരം ഗാന്ധിഭവനും ശാഖയായ സ്നേഹാശ്രമവും സ്നേഹത്തിന്റെ തീർത്ഥാടന കേന്ദ്രങ്ങളാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. ഗ്രന്ഥശാലയും വായനശാലയും വേളമാനൂർ ഗാന്ധിഭവൻ സ്നേഹാശ്രമത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇനിയും ഫെസ്റ്റ് ഉമ്മൽകോയിൻ ഇന്ത്യൻ അസോസിയേഷനുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ഇനിയും ഇന്ത്യൻ ഇന്റർനാഷണൽ ഷോർട്ട് മൂവി 2024 അവാർഡിനുള്ള എൻട്രികൾ ക്ഷണിച്ചു. ഇനിയും ഫെസ്റ്റ് ഉമ്മൽകോയിൻ ഇന്ത്യൻ അസോസിയേഷനുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ഇനിയും ഇന്ത്യൻ ഇന്റർനാഷണൽ ഷോർട്ട് മൂവി 2024 അവാർഡിനുള്ള എൻട്രികൾ ക്ഷണിച്ചു. അവാർഡ് തുക പ്രഖ്യാപനവും തീം സോങ് ആൻഡ് എൻട്രി സബ്മിഷൻ വെബ് ലോഞ്ചിങ്ങും ഉമ്മൽകോയിൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ സജാദ് നാട്ടിക നിർവഹിച്ചു. ഇനി സ്പോർട്സ് ന്യൂസ്. ISL ഫുട്ബോളിൽ ഒഡീഷ FCയെ 2-1 തോൽപ്പിച്ച് FC ഗോവ. പോയിന്റ് പട്ടികയിൽ രണ്ടാമത്. കേരള പ്രീമിയർ ലീഗ് വീണ്ടും സമനില കളി. FC കേരളയും ഗോൾഡൻ ത്രെഡ്സ് ഒപ്പത്തിനൊപ്പം. ആർസനലിന് പിന്നാലെ ടോട്ടനവും വീണു. ഇംഗ്ലീഷ് ലീഗ് കപ്പ് ഫൈനലിൽ ഇത്തവണ ലിവർപൂൾ ന്യൂകാസിൽ പോരാട്ടം. ഏകപക്ഷീയമായി മാറിയ രണ്ടാം പാദ സെമിയിൽ എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് ലിവർപൂൾ ടോട്ടനത്തെ തകർത്തത്. ദേശീയ ഗെയിംസ് തായ്ക്കൊണ്ടയിൽ കേരളത്തിന്റെ ലയ ഫാത്തിമയ്ക്ക് വെങ്കലം. ഇഞ്ചറി ടൈം ഗോളിൽ ലെഗാനസിനെ 3-2 വീഴ്ത്തി റയൽ മഡ്രിഡ് കോപ്പ ഡെൽ റേ ഫുട്ബോൾ സെമി ഫൈനലിൽ. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajmal.